ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ കണ്ടപ്പോഴാണ് ഞാൻ രവിയെ വിളിച്ചത്. അല്ലെന്ന് വേണുവേട്ടൻ്റെ അനുസ്മരണ ദിനമാണല്ലോ. അപ്പോൾ എവിടെയെങ്കിലും നടക്കുന്ന ഒരു പരിപാടിയിലൊന്ന് പങ്കെടുക്കാം, അദ്ദേഹത്തിന് ഓർമ്മിക്കുക, അങ്ങനെയാണ് ഒരു ശ്രദ്ധാഞ്ജലി, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ആ നിലയ്ക്കാണ് വന്നത്. കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. 35 വർഷത്തെ ഒരു ബന്ധം, ഒരു നിരന്തര ബന്ധം. ഞാൻ മനോരമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒഴിവുള്ള സമയത്ത് വേണുവേട്ടൻ്റെ ഇവിടെ സങ്കീർത്തന ട്രസ്റ്റിൻ്റെ ഓഫീസുണ്ടായിരുന്നു. നമ്മുടെ മമ്മിയൂർ പോണ വഴിക്ക് കുറിച്ച് പോയ സ്ഥലത്ത് എൻ്റെ അവിടെയാണ് വേണുവേട്ടൻ്റെ ഇരിപ്പ്. അപ്പോൾ അവിടെ വന്നിട്ട് വേണുവേട്ടൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സംസാരപ്രിയനാണ്. നമുക്ക് സംശയമുള്ളത് ചോദിച്ചാൽ ഇങ്ങനെ ഇടതടവില്ലാതെ പറഞ്ഞു തരും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എല്ലാ കാര്യത്തെയും കുറിച്ചൊരു വലിയ സാമൂഹ്യ വീക്ഷണമുള്ളതാണ്. ഇപ്പോൾ നാരായണാലയം പോലുള്ള ഒരു സ്ഥലത്ത് നിൽക്കണ വേണുവേട്ടൻ ഒരു തനി ഭക്തനോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പായിരുന്നില്ല. വളരെ വിമർശനാത്മകമായിട്ട് കാര്യങ്ങളെ കാണുകയും ഓരോ കാര്യങ്ങളും അപഗ്രഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വലിയ ആളുകളായിട്ട് മുമ്പ് പറഞ്ഞ പോലെ വലിയ ആളുകളായിട്ടാണ് ബന്ധം. ആ എത്ര വലിയ ആളാണെങ്കിലും വേണുവേട്ടന് മടക്കിക്കുത്ത് അഴിക്കണത് വളരെ ചുരുക്കം ചില ആളുകളുടെ മുന്നിലേ ഉള്ളൂ. അത് മാത്രമല്ല, പിരിച്ചു വെച്ച മീശ എന്ന് പറയുന്നത് അതൊരു ഒരു അവനവൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു സംഗതി കൂടിയാണ്. ഈ പലരുടെയും മുന്നിൽ ഞാൻ അത്ര മോശക്കാരനല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് കേട്ടോ. അതായത് പലരെയും ഒന്ന് എന്താ പറയണേ, മെക്കിട്ട് കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമായിട്ടും കൂടിയായിരുന്നു ആ മീശ. അപ്പോൾ പിന്നെ ഏത് കാര്യത്തിൽ വേണുവേട്ടന് അതിൻ്റെ ഒരു അടുക്കും ചിട്ടോട് കൂട്ടിയിട്ടാണ് ഒരു ഓർമ്മ തന്നെ. മനോരമയിൽ വരാൻ കാരണം വേണുവേട്ടനാണ്. മനോരമയ്ക്ക് തൃശ്ശൂർ യൂണിറ്റ് തുടങ്ങി, അന്ന് ഞാൻ എക്സ്പ്രസ്സിലാണ്. തൃശ്ശൂർ യൂണിറ്റ് തുടങ്ങിയിട്ട് ആ സമയത്ത് മനോരമയ്ക്ക് ഇവിടെ ഒരാളെ വേണം. അങ്ങനെ ആളുകളേക്ക് പലരെയും നോക്കി ശരിയാവണില്ല. ഒരു ദിവസം വേണുവേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ താൻ അത് ഏറ്റെടുക്കണം എന്ന്. അപ്പോൾ ഞാനെന്നത് ആലോചിക്കാൻ പോലും പറ്റുന്നൊരു സമയമായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ മനോരമയിൽ വരണത്. വരുന്ന സമയത്തും വരുന്നതിന് മുമ്പും നമുക്ക് വേണുവേട്ടൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അറിയാൻ പറ്റിയ ഒരാൾ വേണം. അത് മനോരമയിൽ വന്നതിന് ശേഷം വൈകുന്നേരം വേണുവേട്ടൻ വരും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒരു വലിയ സദസ്സാണ്. മഹാരാജയിലേക്ക് മാറിയതിന് ശേഷം അവിടെ മോഹൻറാം ഉണ്ടാവും, മരിച്ചുപോയ മോഹൻറാം ഉണ്ടാവും, കൃഷ്ണാടകത്തിലെ സുകുമാരനുണ്ടാവും. അങ്ങനെ കുറേ സംഘങ്ങൾ വൈകുന്നേരമായി വരും. ഗുരുവായൂരിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ, പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത് ഓരോന്നും വേണുവേട്ടൻ പറയണത് എന്തിനാന്ന് വെച്ചാൽ വേണുവേട്ടൻ്റെ ഓർമ്മ ഒന്നുകൂടെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ, മനസ്സിലതൊന്ന് അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വേണുവേട്ടൻ പറയണത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. അതൊന്നുകൂടെ റിഫ്രഷ് ചെയ്യാന്ന് പറയും. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുവായൂരിൽ നിന്ന് അധികം പുറത്തു പോയിട്ടില്ല. ഇയാൾ ഈ 74 വയസ്സിൽ മരിക്കുന്നത് വരെ ഗുരുവായൂരിൽ നിന്ന് തീരെ പുറത്തു പോയിട്ടില്ല. അത് മാത്രമല്ല, ഗുരുവായൂരിൽ നടക്കുന്ന എല്ലാ സംഗതിയുടെയും ഒരു തൊട്ടടുത്ത്, അത് പഴയ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം. ഇന്ദിരാഗാന്ധി വരുമ്പോഴാണെങ്കിലും രാജീവ് ഗാന്ധി വരുമ്പോഴാണെങ്കിലും ഇവിടെ ചെമ്പൈക്ക് നാദബ്രഹ്മം പുരസ്കാരം കൊടുക്കുമ്പോഴാണെങ്കിലും നാരായണാലയത്തിൽ നടക്കുന്ന പരിപാടികളിലാണെങ്കിലും ആ മീശ വിരിച്ചിട്ട് ഒരാൾ പിന്നിലുണ്ടാവും. അത് നമ്മൾ ആ പഴയ ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ വേണുവേട്ടൻ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ സംഗതികളുടെ മുഴുവൻ ഒരു തൊട്ടടുത്ത് നിന്നിരുന്നതാണ്, തൊട്ടടുത്ത് നിന്ന് കണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് ചെമ്പൈ സംഗീതോത്സവം വലിയ ഗംഭീരമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ ചെമ്പൈ സംഗീതോത്സവം നടത്താൻ ദേവസ്വത്തെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം മുൻകൈ എടുത്തിട്ടുള്ള ഒരാളാണ് വേണുവേട്ടൻ. അന്ന് ദേവസ്വം അത് സമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ആദ്യത്തെ വർഷം ശരിക്കും പറഞ്ഞാൽ ആഞ്ഞം തിരുമേനിയൊക്കെ കൂടെ കൂടിയിട്ടാണ് നടത്തിയത്. പിന്നീടാണ് അത് ചെമ്പൈ സംഗീതോത്സവമായിട്ട് ദേവസ്വം ഏറ്റെടുക്കാൻ തയ്യാറായത് പിന്നീടാണ്. അതേപോലെയാണ് ഈ ഗജരാജപട്ടം കൊടുക്കുന്ന സമയം. ഇന്നിപ്പോൾ ആനകൾക്ക് ആളുകൾ ഇഷ്ടം പോലെ. ഒരു ആനയ്ക്ക് ഒരു ബഹുമതി ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് അന്ന് ആദ്യമായിരുന്നു, ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം അത്തരൊരു സംഭവം നടക്കുക DG പ്രസിഡന്റ് വേണുവേട്ടൻ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയാണ് അത് ചെയ്തത്. കേശവൻ അനുസ്മരണം. കേശവൻ ചരിഞ്ഞിട്ട് കേശവൻ അനുസ്മരണം നടത്തുന്ന പിറ്റേ കൊല്ലം കേശവൻ അനുസ്മരണം തുടങ്ങിയത് ഇവരുടെ ഒരു കമ്മിറ്റിയെ തുടങ്ങിയത്. പിന്നീടാണ് ദേവസ്വം ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് ഈ
പറയുമ്പോൾ ഒരു വലിയ മഹത്തായ സ്ഥലമാണ്. നമ്മൾ ഓരോരുത്തർ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വിലയറിയുന്നത്. ഈ അങ്ങനെയായി ഇവിടുത്തെ പല പ്രധാന വ്യക്തികളെ കുറിച്ചിട്ട് നമ്മൾ വലിയ അത്യുന്നതങ്ങളിൽ നമ്മൾ മനസ്സിൽ കാണുന്ന ചില വ്യക്തികളെ കുറിച്ചിട്ട് വേണുമായിട്ട് എന്നുവെച്ചാൽ വേണുമായിട്ട് എപ്പോഴും കാണേണ്ട ഒരാളെന്നുള്ള ഒരു സംഗതിയില്ല.